ദാ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ മനസ്സിന് നല്ലൊരു കുളിർമ കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണേ വെച്ചാൽ ഈ ഒരു കരിക്കിനെ നമുക്ക് വെള്ളവും കാമ്പും മാറ്റിയെടുക്കാണ്ട് ഇളനീര് വെട്ടിപ്പൊളിക്കട്ടെ. അടുത്തതായിട്ട് ഇതാ കൈതച്ചക്കേനും കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ആദ്യം വെട്ടി വെച്ചാൽ ആ ഇളനീരില്ലേ അതിന്റെ കാമ്പ് താ നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ട് കൈതച്ചക്കയ്ക്ക് അങ്ങോട്ട് ഇട്ടെടുക്കുക. വെള്ളയും മഞ്ഞയും കളറിനെ നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ആ മിക്സിന്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ വെള്ളമായിട്ട് ഒഴിക്കുന്നത് ആ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഇളനീരിൽ നിന്ന് എടുത്തിട്ടുള്ള ആ വെള്ളം തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഐസ് ക്യൂബും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് അടിച്ചടിച്ച് പതപ്പിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അടിച്ച് സെറ്റായി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇളനീർ ഷേക്ക്. കസ്കസ് ഉണ്ടെങ്കിൽ ഇട്ടെടുക്കുക, വേണമെങ്കിൽ അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 2 ഐസ് ക്യൂബും കൂടെ ഇട്ടെടുത്താൽ പെർഫെക്റ്റ് ആയി. അത്യാവശ്യം നല്ലൊരു ഫ്രഷ്നെസ്സും ആ ടേസ്റ്റും ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് കാലിയാക്കാതെ വിടൂല. അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.